ഇന്ന് ഞാൻ 3 ജാതക കഥകൾ പറഞ്ഞു തരാം. ഈ കഥകളിലെല്ലാം കുറുക്കന്മാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറുക്കന്മാരുടെ കഥകൾ കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ കഥ, അതിൽ വളരെ ബുദ്ധിമാനായ സൂത്രക്കാരനായ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഈ കുറുക്കൻ ഒരിക്കലും ഇങ്ങനെ കാട്ടിൽ കൂടി പോകുമ്പോൾ ഒരു വലിയ പറ്റം മുയൽ വരുന്നത് കണ്ടു. മുയലുകളുടെ വലിയൊരു കൂട്ടം. ഈ കൂട്ടത്തിൽ ഒരു രാജാവുണ്ട്. രാജാവിൻ്റെ തലയെടുപ്പും നടപ്പും ഒക്കെ കണ്ടപ്പോഴേ കുറുക്കന് മനസ്സിലായത് രാജാവാണെന്ന്. രാജാവിന് പിന്നാലെ വരിവരിയായിട്ട് കുറേയേറെ മുയലുകളും പോകുന്നുണ്ട്. ആദ്യം കുറുക്കൻ വിചാരിച്ചത് ഇവയ്ക്ക് മേലെ ചാടി വീണ് എല്ലാത്തിനെയും കൂടെ അങ്ങ് തിന്നുകളയാന്ന്. പിന്നെ വിചാരിച്ചു, അങ്ങനെ ചാടി വീണാൽ ഒന്നിനെ കിട്ടൂ, ഇവയെല്ലാം തിന്നണം, കുറേ ദിവസത്തേക്ക് കുശാലായിട്ട് ശാപ്പിടാൻ ഇവ മതി. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിദ്യ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കുറുക്കൻ പമ്മി ഈ മുയലും പറ്റത്തിനും പിന്നാലെ നടന്നു. മുയലുകൾ നടന്ന് വലിയൊരു മാളത്തിനുള്ളിലേക്ക് ഓരോരുത്തരായിട്ട് കയറി പോകുന്നത് കുറുക്കൻ കണ്ടു. ഏറ്റവും അവസാനത്തെ മുയലും കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കുറുക്കൻ നേരെ ആ മാളത്തിന് മുന്നിൽ ചെന്ന് നിന്നു. എന്നിട്ട് 2 കാലിൽ ഒറ്റ നിപ്പ്, ആകാശത്തേക്ക് നോക്കി വായും പൊളിച്ചാണ് നിപ്പ്. അപ്പോൾ ഏറ്റവും പിന്നാലെ പോയ മുയൽ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ കുറുക്കൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ആ മുയൽ തൻ്റെ കൂട്ടരോട് പറഞ്ഞത്, ആ നോക്ക്, നമ്മുടെ മാളത്തിന് മുന്നിൽ ഒരു കുറുക്കൻ 2 കാലിൽ നിൽക്കുന്നു, അതുമല്ല അത് മേലേക്ക് നോക്കി വായും പൊളിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മുയലുകളെല്ലാം ഓരോരുത്തരായിട്ട് വന്ന് എത്തി നോക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് പേടിയാണ് പുറത്തിറങ്ങാൻ. അപ്പോൾ രാജാവായ മുയൽ പതുക്കെ പുറത്തിറങ്ങി ഏകദേശം സുരക്ഷിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് കുറുക്കനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഭൂമിദേവി എൻ്റെ അമ്മയാണ്. എൻ്റെ 4 കാലും കൂടെ ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരുമിച്ച് കുത്തുവാണെങ്കിൽ വലിയ ഭാരമല്ലേ, ഭൂമിക്ക് അത്ര ഭാരം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 കാലിൽ നിൽക്കുന്നത്. അപ്പോൾ മുയൽ ചോദിച്ചു, അപ്പോൾ അങ്ങെന്താ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ വായു മാത്രമേ ഇപ്പോൾ ഭക്ഷിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നത്. വായു മാത്രം ഭക്ഷിച്ച് ഭൂമിയെ ഏറ്റവും കുറച്ച് നോവിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മുയൽ ചോദിച്ചു, അപ്പോൾ എന്തിനെങ്ങനെ മേളിലേക്ക് നോക്കി നിൽക്കുന്നേ? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ സൂര്യനെ പ്രാർത്ഥിക്കുകയാണ്. സൂര്യനെ പ്രാർത്ഥിച്ച് വായു ഭക്ഷിച്ച് ഭൂമിയെ നോവിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പാവം സന്യാസി കുറുക്കനാണ് ഞാൻ. അപ്പോൾ മുയലുകൾക്കെല്ലാം വലിയ അത്ഭുതമായി, ഇങ്ങനൊരു പുണ്യവാനായ കുറുക്കനെ അവരാരും കണ്ടിട്ടില്ല. അവരെല്ലാവരും പേടിയില്ലാതെ കുറുക്കൻ്റെ അടുത്തൊക്കെ വരാൻ തുടങ്ങി. കുറുക്കൻ്റെ അടുത്ത് വരിക മാത്രമല്ല, അവർ കുറുക്കന് ചുറ്റും ഇരുന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കുറുക്കനാണ്. അങ്ങനെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മുയലുകൾ പതുക്കെ ഓരോരുത്തരായിട്ട് മാളത്തിലേക്ക് കയറി പോകുമ്പോൾ കുറുക്കൻ അങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഏറ്റവും അവസാനം പോകുന്ന മുയലിനെ കുറുക്കൻ പതുക്കെ ഇങ്ങ് പിടിച്ച് മാറ്റും, എന്നിട്ട് കൊന്നു തിന്നും. ഇതാരും അറിഞ്ഞില്ല. ഒരുപാട് മുയലുകൾ ഉള്ളത് കാരണം എണ്ണം കുറഞ്ഞു വരുന്നത് ആരും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ മുയലുകളുടെ രാജാവിന് വലിയ അത്ഭുതം തോന്നി. വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ കുറുക്കൻ ദിവസം തോറും തുടുത്ത് വരുന്നു. അവന് നല്ല വണ്ണമൊക്കെ വെച്ച് വരുന്നുണ്ട്. അവൻ നേരത്തെ എല്ലും തോലുമായിട്ടിരുന്നാണ്, ഇപ്പം നല്ല തുടുത്ത് ചുവന്നു വരുന്നു. എന്താ ഇങ്ങനെ? അവനാകെപ്പാടെ സംശയം തോന്നി. അപ്പോൾ ഒരു ദിവസം ഈ രാജാവ് എണ്ണം എടുത്തു. എല്ലാ മുയലുകളുടെ എണ്ണം എടുത്തിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോയത്. തിരിച്ചു വന്നപ്പോഴും എണ്ണം എടുത്ത്, അപ്പോൾ 1 കുറവ്. രാജാവിന് മനസ്സിലായി കുറുക്കൻ എന്തോ പണി പറ്റിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാജാവ് തൻ്റെ കൂട്ടരോട് പറഞ്ഞ്, ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തിരിച്ചു കയറുമ്പോൾ ഞാനാണ് ഏറ്റവും അവസാനം കയറുന്നത്. അങ്ങനെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറുക്കൻ്റെ അടുത്ത് നിന്ന് മുയലുകൾ ഓരോരുത്തരായിട്ട് മാളത്തിലേക്ക് കയറുമ്പോൾ ഏറ്റവും പിന്നിൽ മുയലുകളുടെ രാജാവ് നിന്നു. രാജാവ് കരുതി കൂട്ടി നിൽക്കുകയായിരുന്നു. ഏത് നിമിഷവും ഈ കുറുക്കൻ തൻ്റെ മേലെ ചാടി വീഴാം, അപകടമുണ്ടാകാമെന്ന് പേടിച്ച് കരുതിയാണ് രാജാവ് നടന്നത്. അപ്പോൾ ഈ കള്ള സന്യാസി കുറുക്കൻ കണ്ണൊക്കെ തുറന്ന് മുയലിൻ്റെ മേലെ ചാടി വീഴാൻ തുടങ്ങിയതും രാജാവ് ഒറ്റച്ചാട്ടത്തിന് മാറിക്കളഞ്ഞു. എല്ലാ ദിവസവും ചെയ്യുന്ന ശീലം കൊണ്ട് കുറുക്കൻ വിചാരിച്ചത് ഉടനെ മുയലിനെ കിട്ടുമെന്നാണ്. അവൻ നല്ല ആഞ്ഞ് ചാടുകയും ചെയ്തു. തല തല്ലി അവൻ പാറപ്പുറത്ത് വീണ് അപ്പം തന്നെ ചത്തുപോയി. മുയലുകൾ അങ്ങനെ രക്ഷപ്പെട്ടു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുയലുകൾക്ക് മനസ്സിലായി. ഇതാണ് ഒന്നാമത്തെ കഥ. ഇനി 2ാമത്തെ കഥയിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഈ കുറുക്കൻ ഭയങ്കര ക്ഷീണിച്ച് വിശന്ന് നടന്നു വരികയായിരുന്നു. തന്നെ ഇര തേടാനൊന്നും വയ്യ. ആരെങ്കിലും ബലമുള്ള ആളെ കൂട്ടുകിട്ടുകയാണെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ എന്ന് കുറുക്കൻ കരുതി. അപ്പോൾ കുറുക്കൻ വിചാരിച്ചു, കാട്ടിലെ രാജാവല്ലേ സിംഹം, സിംഹത്തിനെ പോയി ആശ്രയിക്കാം, അപ്പോൾ ചുളുവിൽ കാര്യം നടക്കും. അങ്ങനെ കുറുക്കൻ സിംഹത്തിനടുത്ത് ചെന്ന് കൂട്ടുകൂടി. താണു വീണ് തൊഴുതു, തന്നെ കൂടെ കൂട്ടണേന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം വിചാരിച്ചു,
വന്ന ആശ്രയം ചോദിച്ചതല്ലേ, കൂടെ കൂട്ടിയേക്കാം. അങ്ങനെ സിംഹം ഈ കുറുക്കനെയും വിളിച്ചുകൊണ്ട് തൻ്റെ ഗുഹയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗുഹയ്ക്കകത്തൊന്നും കയറണ്ട, ഗുഹയ്ക്ക് പുറത്ത് നീ താമസിച്ചാൽ മതി. അവിടെ കാണാൻ വല്ല മാളം വല്ലതും ഉണ്ടാക്കി അവിടെ താമസിച്ചു. അടുത്തത്, നിനക്കൊരു ജോലിയുണ്ട്, നീ ജോലി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ കൂലി തരും. കുറുക്കൻ ചോദിച്ചു, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? അപ്പോൾ സിംഹം പറഞ്ഞതാ, നോക്കാം, എൻ്റെ വീടിനടുത്തൊരു ചെറിയ കുന്നുണ്ട്, ഒരു മൊട്ടക്കുന്നുണ്ട്. നീ ഇടയ്ക്ക് ഈ കുന്നിൻ്റെ മേളിൽ കയറണം. എന്നിട്ട് ഏതെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓടി വന്ന് എന്നോട് പറയണം. എന്നോടൊന്ന് പറയുമ്പോൾ നേരെ പറഞ്ഞാൽ പോരാ, സിംഹരാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം ഈ വരുന്ന മൃഗത്തെപ്പറ്റി എന്നെ അറിയിക്കാൻ. അപ്പോൾ ഞാൻ പോയി ആ മൃഗത്തിനെ കൊന്നിട്ട് ഞാൻ തിന്നു കഴിഞ്ഞ് എൻ്റെ ബാക്കി നിനക്ക് തരാം. കുറുക്കൻ സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം കുറുക്കൻ രാജാവിൻ്റെ ഗുഹയിൽ വാതിൽക്കൽ നോക്കിയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മൊട്ടക്കുന്നിന് മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരു ആന വരുന്നത് കണ്ടു. കുറുക്കൻ ഓടി വന്നിട്ട്, സിംഹരാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ, നമ്മുടെ മലയുടെ അടിവാരത്തിൽ കൂടെ ഒരു ആന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജാവ് ചെന്ന് ആനയെ തല്ലിക്കൊന്നു. ആനയുടെ മസ്തകത്തിന് ഒറ്റ അടി കൊടുത്തപ്പോഴേ അത് ചത്തു. എന്നിട്ട് സിംഹരാജാവ് കുശാലായിട്ട് ആനയെ തിന്നു. ബാക്കി ഇറച്ചി മുഴുവൻ കുറുക്കന് കൊടുത്തു. കുറുക്കന് അന്ന് മുഴുവൻ ഇറച്ചി തിന്ന് നല്ല സന്തോഷമായി. ഇതിങ്ങനെ പതിവായി. ഏത് മൃഗം വന്നാലും കുറുക്കൻ ചെന്ന് രാജാവിനെ അറിയിക്കും. രാജാവിനെ അറിയിക്കുന്നത്, സിംഹരാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ, ഒരു മാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ സിംഹരാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ, ഒരു കാട്ടുപോത്ത് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുശാലായിട്ട് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് കുറുക്കൻ നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല ആരോഗ്യമായി. അപ്പോൾ കുറുക്കൻ വിചാരിച്ചു, എനിക്ക് നല്ല ആരോഗ്യമായി. നേരത്തെ എനിക്ക് ഒട്ടും വണ്ണവും ഇല്ലായിരുന്നു, എനിക്ക് ആരോഗ്യവും ഇല്ലായിരുന്നു, ഞാൻ ക്ഷീണിതനായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എനിക്ക് നല്ല ആരോഗ്യം ബലവും ഒക്കെ വെച്ചതുകൊണ്ട് ഇനി ഈ രാജാവിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഈ രാജാവിന് എല്ലാ മൃഗങ്ങളെയും ഓടിച്ചെന്ന് കൊല്ലാനുള്ള ബലം കിട്ടുന്നത് ഞാൻ ചൊല്ലുന്ന മന്ത്രം കൊണ്ടാണ്. സിംഹരാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇയാൾ പോയി ഈ മൃഗങ്ങളെ തല്ലിക്കൊല്ലുന്നത്. എന്നിട്ടാണ് എനിക്ക് ഇറച്ചി തരുന്നത്. എച്ചിലല്ലേ എനിക്ക് തരുന്നുള്ളൂ. ഇനി മുതൽ അങ്ങനെ എച്ചിൽ തിന്നണ്ട, ഞാൻ തന്നെ മൃഗങ്ങളെ തല്ലിക്കൊല്ലാം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കുറുക്കൻ രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പരിപാടി നിർത്തി. നാളെ മുതൽ അങ്ങയ്ക്ക് വേണ്ടി മലമുകളിൽ പോയി മൃഗങ്ങളെ നോക്കുന്ന പരിപാടി എനിക്ക് വയ്യ. എനിക്ക് താനെ ഒരു മൃഗത്തിനെ തല്ലിക്കൊന്നിട്ട് തിന്നണം. അതെനിക്ക് വലിയ ആഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, അതത്ര നല്ലൊരു ഉപായമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ല കാര്യമല്ല, നിനക്കതിനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, എനിക്ക് പറ്റും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന മന്ത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ചൊല്ലിത്തരണം, ഒറ്റ തവണ. സിംഹം സമ്മതിച്ചില്ല. പക്ഷേ കുറുക്കൻ വിടാതെ സിംഹത്തിൻ്റെ പിന്നാലെ കൂടി. അവസാനം സിംഹം വിചാരിച്ചു, ഇവൻ്റെ ശല്യം ഒഴിച്ച് കളയാം, ഒന്ന് പറഞ്ഞു കളയാം, ഒന്ന് സമ്മതിച്ചേക്കാം. അങ്ങനെ സിംഹം അന്ന് മലയുടെ മുകളിൽ പോയി നോക്കുമ്പോൾ ഒരാന വരുന്നത് കണ്ടു. സിംഹം താഴെ വന്ന് കുറുക്കനോട് പറഞ്ഞു, കുറുക്ക രാജാവ് വിജയിക്കട്ടെ, അങ്ങ് നീണാൾ വാഴട്ടെ, ഒരാന വരുന്നുണ്ട്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ശരി, ഇവിടെ നിൽക്കേ, ഞാൻ പോയി ആന തല്ലിക്കൊന്നിട്ട് വിളിക്കാം. അപ്പോൾ നീ വന്ന് ഞാൻ തിന്നെൻ്റെ ബാക്കി ഇറച്ചി തിന്നാൽ മതി. അപ്പോൾ സിംഹം പറഞ്ഞു, ശരി, പോയിട്ട് വാ. അങ്ങനെ കുറുക്കൻ ചെന്നു. വലിയൊരു ആന നടന്നു വരുന്നത് കണ്ടു. കുറുക്കൻ ചാടി ആനയ്ക്ക് നേരെ ചെന്നതും ആന തുമ്പിക്കൈയും കൊണ്ട് കുറുക്കനെ പിടിച്ച് നിലത്തൊറ്റയാടി ഒരു ചവിട്ട്. ആ കുറുക്കൻ ചത്തുപോയി. അങ്ങനെ അവൻ്റെ അഹങ്കാരത്തിന് ഒരു ഫലം കിട്ടി. ഇതാണ് രണ്ടാമത്തെ കുറുക്കൻ്റെ കഥ. ഇനിയും മൂന്നാമത്തെ കുറുക്കൻ്റെ കഥ പറഞ്ഞുതരാം. പണ്ട് വാരണാസിയിൽ രാജാവിൻ്റെ ഒരു പുരോഹിതനുണ്ടായിരുന്നു. ഈ പുരോഹിതൻ ഒരു ദിവസം ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. കാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുവഴി ഒരു കുറുക്കൻ പോയി. ഈ കുറുക്കൻ നോക്കുമ്പോൾ പുരോഹിതൻ അവിടെ ഇരുന്ന് മന്ത്രം ചൊല്ലുന്നത് കണ്ടു. കുറച്ച് ഉറക്കെയായിരുന്നു അദ്ദേഹം മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ കുറുക്കൻ വിചാരിച്ചു, എന്തോ വലിയ മന്ത്രമല്ല, ഞാനും കൂടെ പഠിച്ചു കളയാം. അങ്ങനെ കുറുക്കൻ കുറച്ചിപ്പുറത്തായിട്ട് മാറിയിരുന്ന് ഈ പുരോഹിതൻ ചൊല്ലുന്ന മന്ത്രം കേട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെ കുറേ ദിവസം പുരോഹിതൻ്റെ കുറച്ചടുത്തായിട്ട് കണ്ണു അടച്ചിരുന്ന് കുറുക്കൻ മന്ത്രം പഠിച്ചു. കാട്ടിലെ മറ്റ് മൃഗങ്ങളൊക്കെ ഇത് കണ്ടു. അവർക്കൊക്കെ വലിയ അത്ഭുതമായി. കുറുക്കൻ എന്തോ വലിയ മന്ത്രം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾക്കൊക്കെ അപകടമുണ്ടാകും എന്നൊക്കെ മൃഗങ്ങൾക്ക് പേടിയുണ്ടായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുറുക്കൻ ചെന്ന് ഈ പുരോഹിതനെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രം ഞാൻ എപ്പോഴേ പഠിച്ചു. ഇത്ര നേരം നിങ്ങൾ ജപിച്ചിട്ട് നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ, ഇതുവരെ പഠിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പഠിച്ച മന്ത്രവും കൊണ്ട് ഇപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കും.
അങ്ങനെ കുറുക്കൻ കാട്ടിലേക്ക് പോയി. അപ്പോഴേക്ക് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും അറിഞ്ഞു കുറുക്കൻ മന്ത്രമൊക്കെ പഠിച്ച് വലിയ ആളായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറുക്കൻ നേരെ ചെന്നൊരു കുറുക്കത്തിയെ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ കാടിൻ്റെ രാജ്ഞിയാക്കാൻ, നീ എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ കുറുക്കത്തി സമ്മതിച്ചു. അങ്ങനെ കുറുക്കനും കുറുക്കത്തിയും കൂടെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറുക്കൻ നേരെ സിംഹരാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ മന്ത്രമൊക്കെ പഠിച്ചിട്ട് വരുന്ന കുറുക്കനാണ്, എനിക്ക് വലിയ ശക്തിയുണ്ട്, ഞാൻ ശപിച്ചാലും നീ ചത്തുപോകും, അതുകൊണ്ട് നീ എന്നെ രാജാവായിട്ട് അംഗീകരിക്കണം. പേടിച്ചു പോയ സിംഹം കുറുക്കനെ രാജാവായിട്ട് അംഗീകരിച്ചു. അങ്ങനെ കുറുക്കൻ കാട്ടിലെ മൃഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ മന്ത്രശക്തി കൊണ്ട് എല്ലാവരെയും ഭസ്മമാക്കി കളയും, അതുകൊണ്ട് എല്ലാവരും തന്നെ രാജാവായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. എല്ലാ മൃഗങ്ങളും പേടിച്ചത് സമ്മതിച്ചു. അങ്ങനെ കുറുക്കൻ രാജാവായി. കുറേ ദിവസം കുറുക്കൻ രാജാവായിട്ട് കാട്ടിലൊക്കെ ഇരുന്നപ്പോൾ കുറുക്കൻ ഇത് പോരാ. കുറുക്കൻ പറഞ്ഞു, വെറും കാട്ടിലെ ഒരു രാജാവായിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, എനിക്ക് നാട്ടിലെ രാജാവാകണം. എല്ലാ മൃഗങ്ങളും കൂടെ എൻ്റെ കൂടെ വരണം, എന്നിട്ട് നമുക്ക് നാടി പിടിച്ചടക്കണം. മറ്റു മൃഗങ്ങൾ സമ്മതിച്ചു, കുറുക്കൻ പറയുന്നതല്ലേ, രാജാവ് പറയുന്നതല്ലേ. അങ്ങനെ ഒരു വലിയ ആനയുടെ പുറത്ത് കുറുക്കൻ ഒരു സിംഹത്തിനെ കയറ്റിയിരുത്തി. എന്നിട്ട് ആ സിംഹത്തിന് പുറത്ത് കുറുക്കനും കുറുക്കത്തിയും കൂടെ കയറിയിരുന്നു. എന്നിട്ട് ആനയോട് പറഞ്ഞു, നേരെ വാരണാസിക്ക് പോകാൻ പറഞ്ഞു. തൊട്ട് പിന്നാലെ എല്ലാ മൃഗങ്ങളും കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടെ വാരണാസിക്ക് പോയി. വാരണാസിക്ക് ചുറ്റും ഒരു കോട്ടയുണ്ടായിരുന്നു. ഈ കോട്ടയുടെ ഒരു കൊത്തളത്തിലിരുന്ന ഒരു പഴം നോക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ, കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ മലവെള്ളം ഒഴുകി വരുന്നത് പോലെ നാടിന് നേരെ വരുന്നു. അയാൾ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാട്ടിലെ മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രാജാവ് അങ്ങോട്ട് ചെന്നു. അപ്പോൾ കുറുക്കൻ താഴെ നിന്ന് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, വേഗം ഞങ്ങൾക്ക് കീഴടങ്ങിക്കോണം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാക്കിക്കോണം. ഞാൻ നിങ്ങളെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുക്കാൻ വന്നതാണ്. രാജാവ് ആകെ വിഷമിച്ചു പോയി. ഇത്രയധികം മൃഗങ്ങൾ, ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ രാജാവിൻ്റെ പുരോഹിതൻ കുറുക്കനെ കണ്ടു. പുരോഹിതന് മനസ്സിലായി ഇത് ഏത് കുറുക്കനാണെന്ന്. അയാൾക്ക് ചിരി വന്നു. അയാൾ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങൊന്നും പേടിക്കേണ്ട, ഇക്കാര്യം ഞാൻ ഏറ്റു, ഞാൻ ആ കുറുക്കനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പുരോഹിതൻ കുറുക്കനോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, കുറുക്ക, നീ എന്തിനാ വന്നത്? കുറുക്കൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യം പിടിച്ചടക്കാൻ വന്നതാ. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ മൃഗങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാമായിരുന്നു, അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന സിംഹങ്ങളോട് ഈ രാജ്യത്തിനടുത്തേക്ക് വന്നിന്ന് അലറാൻ പറയും. അങ്ങനെ സിംഹങ്ങൾ അലറുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈന്യം ഞങ്ങളുടെ യുദ്ധത്തിന് വരണം. അങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ നമ്മൾ തമ്മിൽ യുദ്ധമാകും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഈ രാജ്യം പിടിച്ചടക്കും. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ സിംഹങ്ങൾ എത്ര ഉറക്കെ അലറും എന്നൊന്ന് കേൾക്കണം, എന്നാലേ ഞങ്ങൾക്ക് യുദ്ധത്തിന് തയ്യാറാകാൻ പറ്റൂ. അപ്പോൾ കുറുക്കൻ താൻ ഏത് സിംഹത്തിൻ്റെ മുകളിലാണോ ഇരുന്നത് ആ സിംഹത്തിനോട് പറഞ്ഞു, ശരി, ഒന്ന് കാണിച്ചു കൊടുക്കുക, എങ്ങനെ അലറുന്നൊന്ന് കാണിച്ചു കൊടുക്കുക. നീ അലറുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സിംഹങ്ങളെല്ലാം കൂടെ അലറിക്കോളും, വേഗം അലറ്. ഉടനെ ആ സിംഹരാജാവ് ഉറക്കെ ഒന്ന് അലറി. അത് കേട്ട ബാക്കി സിംഹങ്ങളെല്ലാം അലറി. ഇത് കേട്ടതും ബാക്കി മൃഗങ്ങളെല്ലാം പേടിച്ചു പോയി. അവർക്ക് സ്വതവേ സിംഹത്തിൻ്റെ അലർച്ച പേടിയായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ കുറുക്ക രാജാവിൻ്റെ അടിമത്തത്തിലായിരുന്ന സിംഹരാജാവ് അലറാത്തത് കൊണ്ട് ഈ മൃഗങ്ങൾ പേടിയില്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്രയും സിംഹങ്ങൾ ഒരുമിച്ച് അലറുന്നത്. എല്ലാ മൃഗങ്ങളും കൂടെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ആനയാണെങ്കിൽ പേടിച്ച് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പോൾ ആനപ്പുറത്തിരുന്ന സിംഹം താഴെ വീണു. ആനപ്പുറത്തിരുന്ന സിംഹം താഴെ വീണപ്പോൾ സിംഹത്തിൻ്റെ പുറത്തിരുന്ന കുറുക്കനും കുറുക്കത്തിയും താഴെ വീണു. എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും ചവിട്ടുകൊണ്ട് ചത്തുപോയി. ഇതാണ് മൂന്നാമത്തെ കുറുക്കൻ്റെ കഥ. അപ്പോൾ ഇന്ന് 3 ജാതക കഥകളാണ് പറഞ്ഞു തന്നത്. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.